നമസ്കാരം. കേരളത്തിലെ ടൂറിസ്റ്റ് വണ്ടികൾക്ക് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വർദ്ധിപ്പിച്ച ടാക്സ് എത്രയാന്നുള്ളത് കൃത്യമായിട്ട് ഓരോന്നും പറഞ്ഞുതരാം. അതായത് ഒരു സാധാരണക്കാരന് ഒരു വാഹനം കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത്. ഈ വണ്ടിന്റെ ടാക്സ്, നിലവിലെ ടാക്സ് 8,160 8,160. വർദ്ധിപ്പിച്ച ടാക്സ് 10,200 രൂപ. അതായത് 3 മാസം കൂടുമ്പോൾ 2,100 രൂപയോളം വ്യത്യാസം വന്നു. അതുപോലെ അത് വർഷത്തേക്ക് 9,000 രൂപയോളം വർഷാവർഷം കൂടും. ഇതിന്റെ സീറ്റിന്റെ കണ്ടീഷൻ കണ്ടില്ലേ? ഈ സീറ്റിനാണ് ഈ 2,000 രൂപ വർദ്ധിപ്പിച്ചത്. 2,100 രൂപ 3 മാസം കൊണ്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സാധാരണ സീറ്റിന്, സ്കൂളിന് ഓടുന്ന വാഹനത്തിന് സീറ്റ് വർദ്ധിപ്പിച്ചത്, ടാക്സ് വർദ്ധിപ്പിച്ചത് 2,000 രൂപയാണ്. 2,100 രൂപ. വർഷത്തിലേക്ക് അത് 9,000 സംതിങ് ആയി മാറി. 49 സീറ്റ് വാഹനത്തിന്റെ സാധാരണ ഇവിടുന്ന് ലോക്കൽ ഓടുന്ന, അതായത് ലോക്കൽ കല്യാണം, മറ്റു ഒരു 30 അല്ലെങ്കിൽ 100 200 കിലോമീറ്റർ ഓടി വരുന്ന വാഹനത്തിന്റെ സാധാരണ സീറ്റിന് 33,120 320 ടാക്സ് ഉള്ളത്. 33,320 ടാക്സ് ഉള്ളത്. അത് 44,100 രൂപയായിട്ട് വർദ്ധിപ്പിച്ച്. മീൻസ് ഒരു വർഷത്തേക്ക് 40,000 രൂപയോളം വർധനവ് വന്നു. ഒരു വർഷത്തേക്ക് 3 മാസത്തേക്ക് 10,000 സംതിങ് വർധന വന്നു. ഒരു സാധാരണ 8 ലക്ഷം 10 ലക്ഷം രൂപ വരെ വരുന്ന 49 സീറ്റ് വണ്ടീന്റെ ടാക്സ് വർധനവായി പറയുന്നത് 10,000 സംതിങ് 3 മാസത്തേക്ക് വർദ്ധിപ്പിച്ച്. അത് ഒരു വർഷത്തേക്ക് 40,000 മുകളിൽ വർധനവുണ്ടാവും. അതൊരു സാധാരണക്കാരനെ ബാധിക്കുന്നതാണ്. ആ സാധാരണക്കാരന്റെ ഒരു ലോക്കൽ കല്യാണം ഓടുന്ന വാഹനത്തിന് ഈ ടാക്സ് വർധന ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ ടാക്സ് നമ്മൾ കല്യാണം സ്പെഷ്യൽ സാധാരണക്കാരൻ വണ്ടി കല്യാണത്തിനോ മറ്റു കാര്യത്തിനോ കൂട്ടുമ്പോൾ ആ ടാക്സ് നമ്മൾ അവരോട് കൂടി ഈടാക്കേണ്ട, ഒരു സാധാരണക്കാരന്റെ ആവശ്യത്തിന് വണ്ടി കൂട്ടുമ്പോൾ ആ വാടകയിൽ ഈ ടാക്സ് കൂടി വർദ്ധിപ്പിക്കേണ്ട രീതിയിലേക്ക് വന്നിട്ടുള്ളത്. കൂടാതെ ലോങ് യാത്ര ഹൈദരാബാദ്, അതുപോലെ ഒരുപാട് ഒരു 10, 500, 1000 കിലോമീറ്റർ ഓടുന്ന വാഹനത്തിന് ടാക്സും ഇതേ ടാക്സ് ആണ്. 50 ലക്ഷവും 60 ലക്ഷവും മുടക്കിയ വണ്ടിന്റെ ടാക്സും 10 ലക്ഷം മുടക്കി സ്കൂൾ ട്രിപ്പോ സാധാരണ കല്യാണ ട്രിപ്പോ സാധാരണ ജനങ്ങളുടെ ലോക്കൽ ട്രിപ്പ് ഓടുന്ന ഒരു ടൂറോ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു കുടുംബശ്രീക്കാരുടെ ടൂർ പോകുന്നത്, അങ്ങനെ ടൂർ പോകുന്ന സാധാരണ സ്ലീപ്പർ അല്ലാത്തത്, പുഷ് ബാക്ക് അല്ലാത്ത സീറ്റിന്റെ വാഹനത്തിന്റെ ടാക്സ് ആണ് 10,000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വർഷത്തിലേക്ക് 42,000 രൂപ. ജനങ്ങൾ അറിയേണ്ട കേസായത്. 3 മാസത്തിൽ 33,000 രൂപ ടാക്സ് അടക്കുന്ന വണ്ടികളാണ്. 8 ലക്ഷവും 10 ലക്ഷവും 15 ലക്ഷം വില വരുന്ന വണ്ടിക്ക് 43,000 രൂപ ടാക്സ് വന്നത്. 32% വർദ്ധിപ്പിച്ചത്. മറ്റെല്ലാ ഫീൽഡിലേക്കും നിങ്ങൾ വർധനവ് വരുത്തി കഴിഞ്ഞാൽ അവരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഇതൊരു ആവശ്യ സർവീസ് അല്ല എന്ന നിലക്ക് കോൺടാക്ട് ഗാരേജ് ടൂറിസ്റ്റ് ബസ്സുകളെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ടാക്സ് വർധനവ് പിൻവലിച്ച് സാധാരണ രീതിയിൽ ഓടുന്ന 10 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ മുടക്കി വാഹനം വാങ്ങിച്ച് ഓടുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ അത് സാധാരണ ജനങ്ങളെയാണ് ബാധിക്കാൻ എന്ന ബോധം വെച്ച് ഇത് വർധനവ്. വീടിന്റെ പെർമിഷൻ എടുക്കുന്ന കാര്യത്തിൽ 3,000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ എടുക്കുന്ന ആൾക്കാർ, അവർക്ക് സാമ്പത്തികമുള്ള എടുക്കുന്നത്, അപ്പൊ അവർക്ക് ടാക്സ്, പെർമിഷൻ പൈസ കൂടുതൽ, ടാക്സ് കൂടുതൽ. ഓക്കെ, അതേപോലെയാണ് ഇതും ചിന്തിക്കേണ്ടത്. ഈ വാഹനത്തിന് നിലവിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന 10 20 ലക്ഷം രൂപ വില വരുന്ന വണ്ടിക്ക് ടാക്സ് കൂട്ടുക, അത് മോശം നിലപാടാണ്. അത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കും. കൂടാതെ ഒരു വാഹനത്തിന്റെ വില 10 ലക്ഷം രൂപയാണ്. ഒരു വർഷം 40,000 രൂപ വർധന ഉണ്ടായി കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഒരു വർഷം 2 ലക്ഷം രൂപയുടെ ടാക്സ് അടക്കുന്നു. 10 ലക്ഷം രൂപ വില വരുന്ന വണ്ടിക്ക് ഒരു വർഷം 2 ലക്ഷം രൂപ ടാക്സ് അടക്കുന്ന നിലപാട്. 3 ലക്ഷം രൂപ ഉള്ള 17 സീറ്റ് വണ്ടിക്ക് വർഷത്തിൽ 10,000 രൂപ ടാക്സ് വർധനവ്. 2,000 രൂപ 3 മാസത്തിൽ വർധനവ്. ഈ ടാക്സ് നമുക്ക് ഓടിയെത്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനം നശിപ്പിക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ, ഇത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും KSRTC അടിച്ചുകയറ്റം, നമ്മുടെ എല്ലാ മേഖലയിലേക്കും KSRTC അടിച്ചു കയറുന്നു. അതുപോലെ മറ്റു പല വിഷയങ്ങളും, ക്ഷേമനിധി, മറ്റു വിഷയങ്ങൾ, GPS, ക്യാമറ, ഇങ്ങനെ പല സംവിധാനങ്ങളും നമ്മുടെ പെരടിയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ ഗതാഗത വകുപ്പ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ടാക്സ് വർധനവ് പിൻവലിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇത് പിൻവലിച്ചേ പറ്റൂ. ഒരു തരത്തിലും പഴയ ഒരു 10 20 ലക്ഷം മുടക്കി വാങ്ങുന്ന വാഹനക്കാർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബോധിപ്പിക്കുന്നു സാറേ. 40,000 എന്നുള്ളത് വളരെ കൂടുതലാണ്. കൂടാതെ സാറ് തന്ന മറുപടി, അന്യ സംസ്ഥാനത്ത് വരുന്ന വാഹനങ്ങൾക്ക് ഓൺലൈനിൽ അവർ ടാക്സ് അടക്കുമ്പോൾ പുഷ്പേക്ക് വാഹനത്തിന് ഓർഡിനറി ടാക്സ് അടച്ചിട്ട് വരുന്നതാണ് സാർ തന്ന മറുപടി. അതുകൊണ്ടാണ് ഒറ്റ ടാക്സ് ആക്കിയത് എന്നുള്ളത്. സാധാരണ കേരളത്തിന്റെ അകത്ത് ഇട്ടാവട്ടം ഓടുന്ന വാഹനങ്ങൾക്ക് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുള്ളതാണ് സാറേ ഈ ഓൺലൈനിൽ അടച്ചു വരുന്ന ടാക്സ്. അന്യ സംസ്ഥാനത്ത് വരുന്ന വണ്ടി പരിശോധിക്കാനല്ല, അത് പരിശോധിച്ചാൽ നടപടി എടുക്കണം എന്നല്ലാണ്ട് നമ്മൾ ഈ സാധാരണ ഇട്ടാവട്ടത്തോടുന്ന വാഹനത്തിന് ടാക്സ് കൂട്ടിയിട്ടല്ല സാറേ ഇത് ചെയ്യേണ്ടത്. ഇത് പിൻവലിച്ച് സാധാരണ രീതിയിലേക്ക് തന്നെ കൊണ്ടുതരണമെന്ന് അപേക്ഷയാണ് സാറേ. ജീവിക്കാൻ അവസരം നമ്മുടെ ഈ സാധാരണക്കാർ, ഇത് ഓരോ വാഹനം എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊരു അപേക്ഷ മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ.